ചോദ്യം ഇതായിരുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്ന മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് ഇന്നു തന്നെ വിട്ടു നൽകുമോ? നാളെ ആയിരിക്കില്ലേ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക? ബന്ധുക്കളൊക്കെ വല്ലാതെ ഹൃദയം തകർന്നിരിക്കുകയായിരിക്കുമല്ലേ ഈ നിമിഷം? അരുൺ, ഞാനിപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലാണുള്ളത്. അവിടെ അല്പസമയം മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 പെൺകുട്ടികളുടെയും ഇന്ന് ഈ പനയമ്പാടത്ത് വെച്ച് ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 ഈ വിദ്യാർത്ഥിനികളുടെയും ഇർഫാന, റിത, മിത, ആയിഷ 4 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പക്ഷേ ഇന്ന് തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ട് നൽകില്ല എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ കോങ്ങാട് MLA ശാന്തകുമാരി, അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബെനിമോൾ ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടമാണ് ആ നാടിനെ സംബന്ധിച്ചോളം, കുടുംബങ്ങളെ സംബന്ധിച്ചോളം 4 ജീവനുകൾ നഷ്ടമായിരിക്കുകയാണെന്നല്ലേ. അവിടുത്തെ റോഡിൻ്റെ അപാകതയാണ് ഈ അപകടം ഉണ്ടാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉൾപ്പെടെ നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചതാണ്. പക്ഷേ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 ജീവനുകൾ രക്ഷിക്കായിരുന്നു. അല്ല, ഇതിലിപ്പം സംഭവം വളരെ ദുഃഖകരമാണ്, നമുക്ക് ദാരുണവുമാണ്. മക്കളുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിനകത്ത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അവിടെ അത്യന്താപേക്ഷിതമാണ്. 2022 ഞാൻ കേരള നിയമസഭയിൽ ഈ വളവ് നിവർത്തി അതിൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സംസ്ഥാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പരിശോധന നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനെ തുടർന്നാണ് അവിടുത്തെ റോഡ് സ്മൂത്തനിങ് ഏറ്റവും നല്ല സ്മൂത്തായിരുന്നു. അതെല്ലാം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മില്ലിംഗ് നടത്തി, സ്റ്റഡുകൾ വെച്ചു, അതുപോലെ തന്നെ ട്രാഫിക് പ്രിക്കോഷൻസ് വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി തുടർന്ന് നടപടി സ്വീകരിച്ചു. കാരണം ആ റോഡ് നേരത്തെ തന്നെ ഞാൻ MLA വരുന്നതിന് സമയത്ത് തന്നെ അത് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് നമുക്ക് വളവ് നിവർത്തുക മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരു ആവശ്യമായി വന്നെങ്കിൽ പോലും അതിൻ്റെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് പോകുക എന്ന് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഈ ശ്രമങ്ങളെല്ലാം നടത്തിയതാണ്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെയുള്ള ആക്സിഡൻറ്റുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വളവ് ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തി വളവ് നിവർത്തുക എന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. മാത്രമല്ല അവിടുത്തെ ഇപ്പോൾ ചാറ്റൽ മഴ വരുമ്പോൾ കുറച്ചുകൂടെ അപകടകരമാണ്. കുറച്ച് നല്ല വളവായതുകൊണ്ട് വാഹനങ്ങൾ ഇറങ്ങി വരുന്നതും വളഞ്ഞു വരുന്നതുമൊക്കെ വളരെ പതുക്കെയാണെങ്കിൽ പോലും അവിടുത്തെ ഈ ഒരു അവസ്ഥ ചാറ്റൽ മഴയും മഴക്കാലത്തും ഈ 2 വിഷയമാണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ നടപടി വന്നതിന് ശേഷം ക്രമാതീതമായി കുറഞ്ഞതാണ്, അങ്ങനെ വ്യാപകമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ വണ്ടി ഓടി വീണ്ടും ആദ്യത്തെ പോലെ സ്മൂത്തായി. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഒരു പരിഹാരം ഇതിനകത്ത് കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. കുറച്ച് മാസം, അതായത് ഏകദേശം ഒരു മാസം മുമ്പാണ് 5 ജീവനുകൾ ഇതേപോലെ കല്ലടിക്കൂടെ അയ്യപ്പങ്ക വെച്ച്. അല്ല, അത് ഈ സ്ഥലത്തൊന്നുമല്ല, അത് ഈ സ്ഥലത്തല്ല. റോഡ് ദേശീയപാത റോഡ് നമുക്കറിയാമല്ലോ, പാലക്കാട് മുതൽ പെരിന്തൽമണ്ണ വരെ നീണ്ടു കിടക്കുന്ന റോഡാണല്ലോ. ഈ സംഭവം ഈ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് എന്താണ് അവിടെ നടപ്പാക്കാൻ കഴിയുന്നത്? അല്ല, ഞാനത് എന്നും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. നമുക്ക് ആ വളവ് നിവർത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിവാസികളുടെയും കടകളുടെ ആളുകളെയൊക്കെ അത് ഒഴിപ്പിച്ച് ലാൻഡ് അക്വിസിഷൻ നടത്തി ആ റോഡ് സ്ട്രെയിറ്റൻ ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടാവുക. അല്ലാതെ റോഡ് സ്ട്രെയിറ്റൻ ചെയ്യാതെ കഴിയില്ല.